വളരെ കൃത്യമായ നിയമവ്യവസ്ഥിതിയുള്ള രാജ്യമാണ് ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE. ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ ഫെഡറൽ ഡിക്രി ഓഫ് 13/2024 പ്രകാരം തന്നെ കൃത്യമായി ആർട്ടിക്കിൾ 4 തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ഗാർഹിക പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെ സംരക്ഷിക്കാനുള്ള രീതിയിലുള്ള സുരക്ഷിതത്വത്തിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഒപ്പം തന്നെ 999 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ പരാതി ബോധിപ്പിച്ചാൽ നിമിഷങ്ങൾക്കകം തന്നെ പോലീസ് ഇടപെടുന്നതാണ്. അതുകൂടാതെ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ശ്രമിക്കണം. ഗാർഹിക പീഡനങ്ങൾ ദിവസങ്ങളായുള്ള ഒരു മാനസിക ശാരീരിക പീഡനമാകുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള മനസ്ഥിതി ഉണ്ടാകേണ്ടതാണ് ആദ്യം ചെയ്യേണ്ടത്. ദുബായിൽ നിയമങ്ങൾക്ക് ഉപരിയായി ഒരുപാട് സംഘടനകൾ ഉള്ളതാണ്. അത്തരം സംഘാടകരെയോ മറ്റോ നിങ്ങൾക്ക് അറിയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒപ്പം തന്നെ വുമൺസ് ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റുകളെ ആളുകളുമായി സമീപിക്കാൻ സാധിക്കും. അല്ലമീൻ സർവീസ് പോലുള്ള, അതല്ലെങ്കിൽ ദുബായിലും ഷാർജയിലും അബുദാബിയിലുമുള്ള സോഷ്യൽ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരുപാട് ഏജൻസികളുടെ ടോൾ ഫ്രീ നമ്പറുകളുണ്ട്. അവിടത്തേക്ക് നിങ്ങൾക്ക് അറിയിക്കാൻ സാധിക്കും. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയാൻ സാധിക്കും. അതാത് കൗൺസിലേറ്റുകളിലുള്ള നിയമസെല്ലിലോ അല്ലെങ്കിൽ കൗൺസിലേറ്റിലുള്ള വെൽഫെയർ ഫോറത്തിലോ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ സാധിക്കും. ദുബായിയെ സംബന്ധിച്ച് ഇവിടെ വാർത്താ മാധ്യമങ്ങളും സാമൂഹ്യ മേഖലയിലെ ഇടപെടലും വളരെ കൂടുതലാണ്. UAE സംബന്ധിച്ച് ഒരു കോള് ഏതെങ്കിലും രീതിയിലുള്ള പത്രം ഓഫീസുകളിലോ മറ്റോ നിങ്ങൾക്ക് അറിയിച്ചാൽ അവിടെ നിന്നുള്ള ഇടപെടലുകളും ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. വളരെ സുതാര്യമായി വളരെ പെട്ടെന്ന് തന്നെ ഇടപെടാനും ഇത്തരം കാര്യങ്ങളിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് UAE. നമുക്കറിയാം, ഇവിടെ വിസ പലപ്പോഴും ഡിപ്പെൻഡൻസ് വിസയിലാണ് ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള വിസയോ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് കരുതിയാണ് പലരും ഈ ഗാർഹിക പീഡനങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യാത്തത്. അത്തരം കാര്യത്തിൽ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം മുസ്ലിംസിനും നോൺ മുസ്ലിംസിനും അടക്കം ഇവിടുത്തെ ഫാമിലി കോടതികളെ സമീപിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവതരിപ്പിക്കാനും അവർക്കുള്ള മെയിൻ്റെനൻസ്, അവർക്കുള്ള പാർപ്പിടം, സൗകര്യം, വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള നിയമവ്യവസ്ഥിതിയുണ്ട്. അതിന് വലിയ ഭാരിച്ച തുകയും മറ്റുമൊക്കെ ചിലവാകുമെന്നുള്ള ധാരണയാണെങ്കിൽ തന്നെ അത്തരത്തിൽ ഒന്നും ഇല്ലാതെ തന്നെ കോടതിയെ സമീപിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള സോഷ്യൽ വെൽഫെയർ കാര്യങ്ങളും കൂടി ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. വുമൺസ് ആൻഡ് പ്രൊട്ടക്ഷൻ സെൽ വളരെ കൃത്യമായി പല കേസുകളിലും ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടി നിയമസഭാ സഹായവും ഒപ്പം കൗൺസിലിങ്ങും നടത്താനുള്ള സംവിധാനങ്ങളുമുണ്ട്. അബുദാബിയിലും അലൈനിലും ഷാർജയിലും ഒക്കെയുള്ള ഇന്ത്യൻ അസോസിയേഷനുകളിൽ ഇത്തരത്തിലുള്ള സർവീസുകൾക്ക് വേണ്ടി നിങ്ങൾ സമീപിച്ചാൽ കൗൺസിലേറ്റുമായോ എംബസിയുമായോ യോജിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുടെ സഹായവും ലഭിക്കുന്നതാണ്. നമുക്കറിയാം, ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ആ ഒഫൻസ് നടക്കുന്ന ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാലും പ്രതി അവരുടെ പെർമനൻ്റ് അഡ്രസ്സിൽ ഇത്തരം കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. നാട്ടിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നിലവിൽ മുൻപുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ബോധിപ്പിക്കുകയും പ്രതിയുടെ സ്വഭാവങ്ങളും അവരുടെ ക്യാരക്ടറും കോടതിക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മനസ്സിലാക്കാവുന്ന രീതിയിലേക്ക് കേസിന് സഹായകമായി മാറുന്നതാണ് കാണുന്നത്. ഏതൊരു ക്രിമിനൽ കേസിലും ക്യാരക്ടർ ഓഫ് ദ അക്യൂസ്ഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ക്യാരക്ടർ മനസ്സിലാക്കാൻ നാട്ടിൽ വല്ല പരാതികളോ മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അറ്റസ്റ്റ് ചെയ്ത് പ്രോപ്പറായി അവതരിപ്പിച്ചാൽ അല്ലെങ്കിൽ നൽകിയാൽ അതും ഒരു എവിഡൻസായി സാധാരണ രീതിയിൽ എടുക്കാറുണ്ട്. ഗാർഹിക പീഡനം നടക്കുമ്പോൾ അത് ഒരു ബന്ധുവോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകനോ അത് അറിയിക്കാനുള്ള ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ അറിയിക്കാൻ സാധിക്കും. പലപ്പോഴും ഇത്തരത്തിൽ ഇൻഫോം ചെയ്യുന്ന ആളുകളുടെ പേരുകൾ പോലും വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടി സൂക്ഷിച്ചു വെക്കുന്നതുമാണ്. അത്തരം കേസുകളിൽ ഞാൻ ഇതിൽ ഇടപെട്ടത് കൊണ്ട് എനിക്ക് വല്ല പ്രശ്നങ്ങളും വരുമോ എന്നുള്ള ധാരണയൊന്നും ആർക്കും ആവശ്യമില്ല. 50,000 തുടങ്ങി 2 ലക്ഷം ദിർഹംസ് വരെ ഫൈനോ അതല്ലെങ്കിൽ ജയിൽ ശിക്ഷയോ കിട്ടാവുന്ന രീതിയിലുള്ള പ്രൊവിഷൻസാണ് ഗാർഹിക സംരക്ഷണ നിയമം അല്ലെങ്കിൽ പീഡന സംരക്ഷണ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. UAE സംബന്ധിച്ചിടത്തോളം
വുമൻസ് റൈറ്റിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യമാണ്. പ്രസവാവധി 45 ദിവസം വേതനത്തോടു കൂടി കൊടുക്കാനും അതിനുശേഷം വീണ്ടും 15 ദിവസത്തോളം അർദ്ധ ശമ്പളത്തോടു കൂടി അല്ലെങ്കിൽ ഹാഫ് മന്ത് സാലറി കൊടുത്തുകൊണ്ടുള്ള രീതിയിലുള്ള സ്ത്രീകൾക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ നൽകുന്ന ഒരു രാജ്യമാണ് UAE. സ്ത്രീകളുടെ പ്രാതിനിധ്യം എല്ലാ മേഖലയിലും, തൊഴിൽ മേഖലയിലായാലും ഇവിടുത്തെ ഭരണമേഖലയിൽ പോലും കൊടുക്കുന്ന ഒരു രാജ്യത്ത് സ്ത്രീകളായ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ അത് തുറന്നു പറഞ്ഞ് മുന്നോട്ട് വരേണ്ടതാണ് ആദ്യമായി ചെയ്യേണ്ടത്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. അത് ബന്ധുവിൽ നിന്നായാലും ഭർത്താവിൽ നിന്നായാലും കുടുംബത്തിൽ നിന്നായാലും അത് തുറന്നു പറഞ്ഞാൽ സംരക്ഷണം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. നമുക്ക് ഇനിയും ഒരു അതുല്യയോ വിവഞ്ചികയോ ഒന്നും തന്നെ ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അത് മലയാളി സമൂഹത്തിനും ഇന്ത്യൻ സമൂഹത്തിനും പ്രത്യേകിച്ച് UAE ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. സൗദി അറേബ്യയിലുള്ള റഹീമിനും യമനിലുള്ള നിമിഷപ്രിയക്കും വേണ്ടി കോടികൾ കണ്ടെത്തുന്ന മലയാളികൾക്ക് ഒരു സ്വാതന്ത്ര്യമായി നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിക്കും. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ സാധിക്കില്ല എങ്കിലും പറ്റാവുന്ന ഒരുപാട് നല്ല മനസ്സുള്ള ആളുകൾ ഈ പ്രവാസി മണ്ണിലുണ്ട്. അതുതന്നെയാണ് പ്രളയം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും ഒക്കെ തന്നെ ആ ഒരു സഹായവും ഒരു താങ്ങുമായി പ്രവാസികൾ ഉണ്ടായത്. നിങ്ങൾക്ക് താങ്ങായി തണലായി ഇവിടെ അനേകായിരം സംഘടനകളും വ്യക്തികളുമുള്ള മണ്ണാണ് UAEയും അറബ് രാജ്യങ്ങളും എന്നുള്ള കാര്യം മറക്കരുത്. ഒരു നിമിഷത്തെ ബുദ്ധിമോശം കൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്താൽ തീരാ ദുഃഖമായി മാറുന്നത് കുട്ടികളായിരിക്കും, അമ്മയായിരിക്കും, നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കും. ആലോചിക്കുക, നിങ്ങളുടെ ജീവിതം ഒരുത്തൻ്റെ കാടത്തരത്തിന് വേണ്ടി, ഒരാളുടെ അറിവില്ലായ്മയ്ക്ക് വേണ്ടി ഹോമിക്കപ്പെടേണ്ടതല്ല.